ചില മോഹൻലാൽ സർപ്രൈസുകൾ നമ്മുടെ മുന്നിലേക്ക് ഉടൻ തന്നെ എത്താൻ പോകുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. കാരണം മോഹൻലാലിന്റെ പിറന്നാൾ ദിവസമാണ് മെയ്യിൽ എത്താൻ പോകുന്നത്. അന്നേ ദിവസം ചില സർപ്രൈസുകൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ മോഹൻലാലിന്റേതായി വരാൻ പോകുന്ന നിരവധി ചിത്രങ്ങൾ അണിയറയിൽ തയ്യാറെടുക്കുകയാണ്. പല പ്രൊഡക്ഷൻ ഹൗസുകളും ഒക്കെ മോഹൻലാലിനെ വെച്ച് ഗംഭീര സിനിമകൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അടുപ്പിച്ച് മോഹൻലാലിന് ഗംഭീര ഹിറ്റുകൾ സമ്മാനിക്കാൻ കഴിഞ്ഞതോടെ ഈ പ്രൊഡക്ഷൻ ഹൗസുകളും വലിയ ഹാപ്പിയിലാണ്. കാരണം മോഹൻലാലിനെ വെച്ച് ഇങ്ങനെ ഒരു ഗംഭീര സിനിമകൾ നൽകാൻ കഴിഞ്ഞാൽ അവർക്കും ഇൻഡസ്ട്രിയിൽ വിജയക്കൊടി പാറിക്കാം. ഇതിൽ മേജർ റോൾ വഹിക്കുന്നത് ആശീർവാദ് സിനിമാസ് തന്നെ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ലല്ലോ. കാരണം ആശീർവാദിന്റെ ബാനറിൽ വരാൻ പോകുന്ന ഗംഭീര മോഹൻലാൽ സിനിമകളുടെ പ്രഖ്യാപനങ്ങൾ വരും വഴിയിൽ ഉണ്ടാകുമെന്ന് ആന്റണി പെരുമ്പാർ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിനു മുമ്പ് പറയാനിരുന്നതാണെങ്കിലും അവർ എല്ലാം ഒന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. അതിൽ തന്നെ നമ്മൾക്കറിയാവുന്ന ഗംഭീര പ്രോജക്റ്റുകൾ ഒന്നിപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, ദൃശ്യം 3. അങ്ങനെയുള്ള ഗംഭീര സംഭവങ്ങൾ മോഹൻലാലിന്റേതായി ഷുവർ ഷോട്ട് ഹിറ്റ് അടിക്കാനുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ആരാധകരുടെ കൾട്ട് ക്ലാസിക്കുകളിൽ ഒന്നായ ചോട്ടാ മുംബൈ റീമാസ്റ്റർ ചെയ്ത് എത്താൻ പോവുകയാണ്. അങ്ങനെ ഒരു ഹാപ്പിനെസ് കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. അതവർ ആഘോഷമാക്കാൻ തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. എന്നിരുന്നാലും മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമകളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ ചില വിശേഷങ്ങൾ നമ്മൾ നേരത്തെ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇതിലൊരു സങ്കടം കൂടി പ്രേക്ഷകർക്കുണ്ട്. കാരണം മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിച്ച റാം എന്ന ചിത്രത്തിന് എന്ത് സംഭവിച്ചു എന്നത്. അതൊരു ഗംഭീര പ്രതീക്ഷയുള്ള ചിത്രമാണ്. കാരണം ജിത്തുവും മോഹൻലാലും ഒന്നിക്കുമ്പോൾ ആ പ്രതീക്ഷ വാനോളമാണല്ലോ. അങ്ങനെ ഒരു ചിത്രം മുടങ്ങിക്കിടക്കുന്നത് അവർക്ക് വലിയ വിഷമവും ഉണ്ടാക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ആ ചിത്രത്തിന്റെ വർക്കുകൾ ഉടനെ ആരംഭിക്കാനുള്ള പദ്ധതിയിലാണ് അണിയറ പ്രവർത്തകർ എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ഇത് എന്തുകൊണ്ട് മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ മേജർ ഇഷ്യൂ പ്രൊഡക്ഷൻ തന്നെയാണ്. വലിയൊരു ബജറ്റുള്ള സിനിമയാണ് റാം എന്ന ചിത്രം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ ടേക്ക് ഓവർ ചെയ്യാൻ മറ്റൊരു പ്രൊഡക്ഷൻ കമ്പനി എത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ കാര്യങ്ങളുമാണ്. ഗോകുലം മൂവി മോഹൻലാലുമായി ചേർന്ന് ഒരു ഗംഭീര സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന് ഗോകുലം ഗോപാലൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവർ യാദൃശികമായി എമ്പുരാനിലേക്ക് എത്തുന്നതും എമ്പുരാൻ തിയേറ്ററിലേക്ക് വരുന്നതും. പെട്ടെന്ന് തന്നെ അത് സംഭവിക്കുകയും തിയേറ്ററിൽ ഇറങ്ങുകയും ഗംഭീര വിജയം ആകുകയും ചെയ്തു. പ്രൊഡക്ഷൻ ഹൗസിന് വലിയ തിരിച്ചടികളൊന്നും ലഭിച്ചില്ല, ഗംഭീര വിജയമാണ് നൽകിയത്. എന്നാൽ ജിത്തു മാധവനും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ഒരു സിനിമയ്ക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നത് ശ്രീ ഗോകുലം മൂവീസ് ആണെന്നുള്ള റിപ്പോർട്ടുകൾ വന്നെങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും കേട്ടില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. എന്തായാലും ആ ചിത്രത്തിനും മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. അത് വരണമെങ്കിലും ചില പ്രൊഡക്ഷൻ ഹൗസുകൾ എത്തേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് റാം എന്ന ചിത്രത്തിലേക്ക് ശ്രീ ഗോകുലം മൂവീസ് എത്താനുള്ള സാധ്യതയാണ്. ശ്രീ ഗോകുലം മൂവീസിന്റെ കീഴിലുള്ള ഗോകുലം ഗോപാലൻ വളരെ കാലമായി മുടങ്ങിക്കിടന്ന ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിന്റെ റാമിന്റെ നിർമ്മാണം ഏറ്റെടുക്കാനുള്ള സജീവ ചർച്ചകൾ നടത്തിവരികയാണ് എന്ന രീതിയിലാണ് പുതിയ സൂചനകൾ. 20 ദിവസത്തിന് മുകളിലുള്ള ഷൂട്ടിംഗ് ബാക്കിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് തുടങ്ങാനുള്ള കൃത്യമായ സമയങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ലെങ്കിലും ഇങ്ങനെയൊരു ചർച്ച നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് റാമിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് പലരും റിപ്പോർട്ടുകൾ നൽകിയിരുന്നു, പല മൂവി അനലിസ്റ്റുകളും. അപ്പോഴാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ വരുന്നത്. ഗോകുലം മൂവീസിന്റെ അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. അവർ ഏറ്റെടുക്കുമോ എന്നതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ച. ഒരു 2 പാർട്ട് മൂവി ആയതുകൊണ്ട് തന്നെ വലിയ ബജറ്റാണ് ഈ ചിത്രത്തിനുള്ളതെന്നും ജിത്തു ജോസഫും മോഹൻലാലും ആയതുകൊണ്ട് ഗ്യാരണ്ടിയുള്ള പ്രോജക്റ്റ് ആയിരിക്കുമെന്നും ഉറപ്പിക്കാമല്ലോ. എന്നിരുന്നാലും ഈ ഡിലേ അതൊരു വലിയ ഡിലേ തന്നെയാണ്. പ്രേക്ഷകർ പോലും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ റാമിനെ കുറിച്ച് മോഹൻലാൽ സൂചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും റാം ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല, അത് തുടങ്ങാനുള്ള പ്ലാൻ തന്നെയാണ് അണിയറയിൽ ഉള്ളത്. എന്നാൽ അപ്പോഴെല്ലാവരും ചോദിക്കും, ആശീർവാദിനെ ഏറ്റെടുത്തുകൂടെ എന്നത്. ആശീർവാദിന് ഒത്തിരി കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് പുതിയൊരു സംഭവങ്ങൾ ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മോഹൻലാലിന്റേതായി ആശീർവാദ് ചെയ്യാൻ പോകുന്നതൊക്കെ വമ്പൻ പ്രോജക്റ്റുകളാണ്. അതിനൊക്കെ തീരുമാനമായി ഇരിക്കുകയാണ്. നമ്മളറിയാത്ത പല പ്രോജക്റ്റുകളും ഉടനെ അനൗൺസ് ചെയ്യാൻ പോകാൻ ഒരുങ്ങുകയാണ്. അതൊക്കെ അറിയുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് അതിശയിക്കും. അപ്പോഴാണ് മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസുമായി ഈ സിനിമയുടെ ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും എല്ലാം പോസിറ്റീവായി വരുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു സൂചനയാണ് വന്നിരിക്കുന്നത്.